ഒരു നാടൻ പൊരിയുണ്ട എടുക്കട്ടെ. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. പൊരിയുണ്ട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പൊരി എടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് പൊടിച്ച ശർക്കര. പഫ്ഡ് റൈസ് ഉണ്ടല്ലോ, ഇതാണ്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ആദ്യം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം പൊരിയുണ്ട തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ല ക്രിസ്പി ആയിരിക്കും. ഒരു പാനിലേക്ക് പൊരി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1-2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കയ്യിലെടുത്ത് ഒന്ന് പൊടിച്ച് നോക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞ് കിട്ടണം. ഇത്രയും മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കരിഞ്ഞു പോകരുതേ. ശർക്കരപ്പാനി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ള ശർക്കരയും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള ശർക്കര എടുക്കാം. കല്ലും മണ്ണും ഒക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുക. ഇതിൽ കല്ലും മണ്ണും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അരിച്ചെടുക്കുന്നില്ല. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിൻ്റെ പാകം അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. ഇതിലേക്ക് 1-2 ഡ്രോപ്പ് ശർക്കരപ്പാനി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല കട്ടിയിൽ കിട്ടണം. ഇതാണ് പാകം. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് വറുത്തെടുത്തിട്ടുള്ള പൊരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊരിയുടെ എല്ലാ സൈഡിലും ശർക്കരപ്പാനി എത്തണേ. ആ വിധത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണോ പൊരിക്ക് അതിനനുസരിച്ചിട്ടുള്ള പൊരി എടുത്തതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ പൊരിയുണ്ട് റെഡി.